Tell me pretty lies, look me in the face. Tell me that. Hey guys, I'm Spotvibes പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ Alightmotion എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ വെച്ച് എങ്ങനെ ഒരു വീഡിയോ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് കളർ ഗ്രേഡ് ചെയ്തെടുക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ᴑ്സ്കോ എന്ന ആപ്പ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഓക്കെ, വീഡിയോയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തിരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഞാനിപ്പോൾ നല്ല അവിടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് ഫോളോ ആക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. സോ ഇത് നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ എനിക്കുണ്ട് വീഡിയോയുടെ Alightmotionൽ 16:9 എന്ന റേഷ്യോയിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വീഡിയോയിലാണോ കളർ കറക്ഷൻ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു വീഡിയോ Alightmotionൽ ആദ്യം കൊണ്ടുവരാം. ദെൻ നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ആ ഒരു സ്ക്രീൻ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ആഡ് എഫക്റ്റിൽ പോയിട്ട് അതർ സെലക്ട് ചെയ്യുക. അതറിനകത്ത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു എഫക്റ്റ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റ് നൈസായിട്ടൊന്ന് സെലക്ട് ചെയ്തിടുക. ദെൻ നിങ്ങൾ വീണ്ടും ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റിൽ പോവുക. ആഡ് എഫക്റ്റിൽ പോയിട്ട് ബ്ലറിനകത്ത് ഷാർപ്പൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷാർപ്പൻ നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഷാർപ്പൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു 0.80 ആണ് ഞാൻ ഇവിടെ ഷാർപ്പൻ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റേഡിയസിൻ്റെ കാര്യത്തിൽ വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. സ്ട്രെങ്ത് അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. എടുത്തതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ ഷാർപ്പൺ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, കോപ്പി ബാക്ക്ഗ്രൗണ്ട് കടന്നോട്ടെ. ആഡ് എഫക്റ്റിൽ കയറിയിട്ട് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നിങ്ങൾ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ കയറിയിട്ട് ഞാനിവിടെ സാച്ചുറേഷൻ കൊടുക്കുന്നത് ഒരു 9.5% ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വൈബ്രൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1.50 ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട്സിൽ പോയിട്ട് ആഡ് എഫക്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കളർ ആൻഡ് ലൈറ്റിൽ നിന്ന് ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ കയറിയിട്ട് ഞാനിവിടെ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു 140% ആണ് ഹൈലൈറ്റ്സ് കൊടുത്തേക്കുന്നത്. 140 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഷാഡോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാഡോസ് കുറച്ച് ഒരു 90% ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കളർ കറക്ഷൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. അതിനായിട്ട് നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ദെൻ എഫക്ട്സിൽ പോയിട്ട് ഇതുവരെ നമ്മൾ ആഡ് ചെയ്ത എല്ലാ എഫക്ട്സിനും ഐസറും ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഹൈലൈറ്റ്സും സാച്ചുറേഷനും എല്ലാം ഡിലീറ്റ് ചെയ്യുക. കോപ്പി ബാക്ക്ഗ്രൗണ്ട് അവിടെ തന്നെ ഇറക്കട്ടെ. ദെൻ ആഡ് എഫക്റ്റിൽ പോയിട്ട് അതർ എടുക്കുക. അതറിൽ നിങ്ങൾക്ക് ചാനൽ റീമാപ്പ് RGB എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ RYGA എന്ന് പറയുന്നൊരു പാറ്റേൺ ആക്കി കൊടുക്കുക. RYGA. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആക്കി കൊടുക്കുക. നമ്മുടെ കളർ കറക്ഷൻ്റെ എല്ലാ സംഭവങ്ങളും ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കളർ കറക്ഷൻ ആയിരുന്നു. അപ്പോൾ Alightmotionൻ്റെ ഒരുപാട് തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, So thanks so much for CC Studio. Tell me pretty lies, look me in the face. Tell me that you love me, even if it's fake, 'cause I don't fucking care.